ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവയാണ് വണ്ടി. ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയാനാണ്. അതേപോലെ തന്നെ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ചിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്യാനും ക്ലച്ച് വീലുകൾ ഗ്രീസ് ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോണ്ടല്ലോ, ബാക്ക് ടയർ ഓൾറെഡി ഫുള്ള് തീർന്നാണ് നിൽക്കണം കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ബാക്ക് ബ്രേക്കിൻ്റെ കേസ്, ബ്രേക്ക് നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്താൽ മതി. അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ഗിയറിൻ്റെ ഓയിൽ മാറ്റണം, കാരണം ലെവൽ തീരെ കുറവാണ്. അപ്പോൾ പിന്നെ ആ പഴയ ഓയിലിനകത്തേക്ക് മിക്സ് ചെയ്യുന്നതിൽ നല്ലത് ഗിയർ ഓയിലോട് മാറ്റിയിടാം നമുക്ക്. കാരണം ഞാൻ സാധാരണ രീതിയിൽ നമുക്ക് ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടി വരുന്നത് 10,000 കിലോമീറ്ററൊക്കെ കൂടുമ്പോഴാണ്. അപ്പോൾ അത് നമുക്കിപ്പോൾ കൈയോടെ മാറ്റി കളയാം. പിന്നെ നമുക്ക് ഈ വണ്ടി മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക ഒരു ഇതെന്ന് പറഞ്ഞാൽ, നമുക്കത് ഈ ബാക്കിൽ ഇവിടെ ഈ കിടക്കുന്ന യൂണിറ്റ് ഉണ്ടല്ലോ, ഈ പൈപ്പ് ബ്രീത്തർ പൈപ്പാണ്. അത് കറക്റ്റ് ഇതിൻ്റെ ഉള്ളിൽ ലൊക്കേഷൻ കറക്റ്റാക്കി വെക്കണം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ചാൻസ് ഏതെങ്കിലും കാരണവശാൽ അതിൽ വണ്ടി കഴുകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ എടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്തിട്ടൊന്നുമില്ല, വെറുതെ ഇങ്ങനെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കൈ തട്ടി സാധനങ്ങൾ പുറത്തേക്ക് പോന്നാൽ ഇതിൻ്റെ ഉള്ളിൽ വെള്ളത്തിൻ്റെ ഒരു ഡ്രോപ്പ് ഉള്ളിലേക്ക് പോയാൽ പോലും ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ കിടക്കണ ഓയിലിൽ മിക്സായിട്ട് ബെയറിങ്ങിലൊക്കെ കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ വണ്ടി മഴയത്തേക്കൂടെ ഓടുമ്പോഴും വെള്ളം കയറാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ മഴയത്ത്. ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അത് ഈ ബാക്ക് സൈഡിലായതുകൊണ്ട് തന്നെ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പിന്നെ നമുക്ക് ഇപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഗിയർ ഓയിലൊക്കെ മാറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാം. എയർ ഫിൽറ്ററൊക്കെ നമുക്ക് എടുക്കുന്നത് പുതിയ ഫിൽറ്ററാണ് കേട്ടോ, നല്ല ഫിൽറ്ററാണ്, കമ്പനി ഫിൽറ്റർ തന്നെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഓയിൽ ലീക്ക് കാണുന്നുണ്ട്. ഈ സൈഡിലൊരു ഓയിലിൻ്റെ നനവ് കാണുന്നുണ്ട്. ഓയിൽ ഈ സൈഡിൽ വന്ന് നിൽക്കുന്നുണ്ട്, കണ്ടോ. അപ്പോൾ നമ്മൾ ഈ ക്ലച്ച് കവറിനകത്ത് നോക്കുമ്പോഴും ഇവിടെ ഓയിൽ വന്ന് കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഓയിൽ സീലിൻ്റെ ആണ് കംപ്ലയിൻറ്റ്. അപ്പോൾ ആ ഓയിൽ സീൽ മാറ്റിയതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഇതതിൻ്റെ ബെൻഡെക്സ് യൂണിറ്റാണ്. വർക്കിംഗ് ചെക്ക് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ക്ലിയറായിട്ട് വന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റാണ് ബാക്കിൽ. അപ്പോൾ ഇതിൻ്റെ പിന്നൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാൽ, കാരണം അത്യാവശ്യം ഒരു തുരുമ്പിൻ്റേതായിട്ടുള്ളൊരു പ്രസൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം നമ്മളൊന്ന് അഴിച്ചാണ്. കാരണം ഈ വീലുമൊക്കെ നോക്കുമ്പോൾ അറിയാം, ചുമന്ന കളറിൽ കാണുന്ന തുരുമ്പാണ്. അപ്പോൾ നമ്മളത് അങ്ങനെ കണ്ടതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിലത്തെ വീല് ഫുള്ളായിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പിന്നുകൾക്ക് ചെറിയൊരു തേമാനം വന്നിട്ടുണ്ട്. ആ കൈയോടെ പിന്ന് മാറ്റിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്ത് തരാം. കാരണം എന്ന് വെച്ചാൽ ഏകദേശം ഒരു 100 രൂപ 120 രൂപ അടുത്തൊക്കെ വരുള്ളൂ, 3 പിന്നും റോളറും കൂടിയിട്ടാണ്. ഇത് ഓരോന്നും ഇൻഡിവിജ്വൽ പാർട്സാണ്, ഓരോരോ പാർട്സുകളായിട്ടാണ്. ഒരു 100, ഏകദേശം ഒരു 100 120 അത്ര എന്തോ ആണോ കറക്റ്റ് വന്നുള്ളൂ. ഞാൻ എന്തായാലും ആയതിൽ കൂടുതൽ എമൗണ്ട് വരില്ല. അപ്പോൾ അതൊന്നും നമ്മൾ ഇടയ്ക്ക് നമ്മളൊന്ന് ഗ്രീസ് ചെയ്ത് പോകേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ നമുക്കതിൻ്റെ ഒരു സമയമാണ്, തുരുമ്പിൻ്റേതായിട്ടുള്ള ആരംഭമാണ്. കൈയോടെ തന്നെ നമുക്കതൊന്ന് ചെയ്തിടാം. പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുമ്പോൾ ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് നമുക്ക് വണ്ടിയുമേ കിടക്കുന്നത്. ബെൽറ്റ് ചെക്ക് നോക്കുമ്പോൾ വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ആയിട്ടും നിലവിലൊന്നുമില്ല. പിന്നെ നമുക്ക് ഈ ബാക്കിലത്തെ ടയർ മാറ്റണ കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കേസ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ബാക്കിൽ കിടക്കുന്ന ടയറുണ്ടല്ലോ, ഇത് നമുക്ക് അഴിച്ച് മാറ്റുമേ. ഫ്രണ്ടിൽ ഇപ്പോൾ ഓൾറെഡി നമുക്ക് കിടക്കുന്ന ടയർ, ഈ ടയറാണ് ഫ്രണ്ടിൽ ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഈ സൈഡ് റൊട്ടേഷൻ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം, ഈ വലതുവശത്തേക്ക് ചെറിയൊരു തേയ്മാനം കൂടുതൽ കാണുന്നുണ്ട്. അത് നോർമൽ സ്കൂട്ടർ മോഡൽ വണ്ടികൾ ഏതായാലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡ് ഒരു അല്പം തേയ്മാനം കൂടുതൽ കാണിക്കാം. കാരണം എന്താ വെച്ചാൽ ബാക്കിലത്തെ നമുക്ക് ബാക്കിലേക്ക് വരുമ്പോൾ കുഷൻ അസംബ്ലി വന്നത് വൺ സൈഡ് മാത്രമാണ്. അപ്പോൾ ഒരു ചെറിയ ലോഡ് റൈറ്റ് സൈഡിലേക്ക് ഉണ്ടാവും. അത് നമ്മൾ ലോഡ് ചെയ്ത് കിടന്ന് ഓടുമ്പോഴാണ് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. കൂട്ടത്തിക്കടെ ഫ്രണ്ടിലെ ബുഷ് സെറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ ഇതിൻ്റെ തേയ്മാനം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലത്തെ ബുഷ് സെറ്റ് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ ടയർ യൂസ് ചെയ്യുന്നത് ഫ്രണ്ടിലേക്ക് മാറ്റിയിടുന്നതായിരിക്കും നല്ലത്. ഇതിനൊരു തേയ്മാനം ഉള്ളത് കൊണ്ട് ഈ ടയർ നമുക്ക് ബാക്കിലേക്ക് യൂസ് ചെയ്താൽ അത് ക്ലിയറായിട്ട് നമുക്ക് മാക്സിമം ഉപയോഗിച്ച് തീർക്കാൻ കിട്ടും. അത് ടയർ റൊട്ടേഷൻ ചെയ്യാൻ പറയും. കാരണം നമുക്ക് ഫ്രണ്ടും ബാക്കും ഒരേ ടയർ സൈസ് ആയതുകൊണ്ട് അങ്ങനെ ചെയ്തിടാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ചെയ്തിടുന്നതാണ് നല്ലത് കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ ഫ്രണ്ട് ഹെഡിൻ്റെ, എൻജിൻ ഹെഡിൻ്റെ ഭാഗമാണത്. അവിടെയും ചെറിയൊരു ഓയിലിൻ്റെ ലീക്കേജ് കാണുന്നുണ്ട്. അത് ഗ്യാസ്കറ്റുകളൊക്കെ ലീക്ക് ആയേക്കണതാണ്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ് ആയി പോകും. പിന്നെ നമുക്ക് അതിൻ്റെ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്ത് നിലവിൽ ലീക്ക് കാണുന്നുണ്ട്. പിന്നെ ചോക്കിൻ്റെ കേബിളൊക്കെ വർക്കിംഗ് ഓക്കെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ആക്സിലേറ്റർ കേബിളായാലും ഓക്കെയാണ്, വർക്കിങ്ങൊക്കെ കറക്റ്റാണ്. ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ടിലെ ബ്രേക്കിൻ്റെ കേബിളുകളൊക്കെ പുതിയ ബ്രേക്ക് കേബിളൊക്കെ കിടക്കുന്നത്, മീറ്റർ കേബിളായാലൊക്കെ വർക്കിംഗ് ആണ്. നിലവിൽ ഈ കുഷൻ അസംബ്ലി ഉണ്ടല്ലോ ഫ്രണ്ടിലെ, ആ ഫ്രണ്ട് ഷോക്കപ്പിന് അതിൻ്റെ ബുഷുകളൊക്കെ കംപ്ലയിൻ്റ് ഉണ്ട്. ഇത്ര ഓവലായുണ്ട് കണ്ടോ. അപ്പോൾ അത് ഒന്ന് മാറ്റിയിടണം. ഇതിൻ്റെ ഇത് മാത്രം ഒന്ന് മാറ്റിയിടാം. ഫ്രണ്ട് ലൈൻഡറൊക്കെ ഒറിജിനൽ ലൈൻഡർ, കമ്പനി ലൈൻഡർ, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ കിടക്കാം. നയിച്ച് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ആ ടയർ, പുതിയ ടയർ യൂസ് ചെയ്യുന്നത് ഫ്രണ്ടിലേക്ക് ഇടാം കേട്ടോ. അതായിരിക്കും കുറേ കൂടി നല്ലത്.
കാരണം ഈ ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കൂടുതൽ തേയ്മാനം കാണിക്കും. അപ്പോൾ അത് നമുക്ക് വേറെ ഉപകാരമില്ലാത്തൊരു കണ്ടീഷനിലേക്ക് വരും. ഇപ്പം നിലവിൽ പിന്നെ നമുക്ക് അതിൻ്റെ പ്ലഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. പ്ലഗൊക്കെ അത്യാവശ്യം മൈലേജൊക്കെ ഉണ്ട്. പ്ലഗിനകത്ത് കരിയുടേതായിട്ട് യാതൊരു പ്രസൻസും ഇല്ല. അത്യാവശ്യം നല്ല ഗ്യാസ് ബർണർ പോലെയൊക്കെ ആ കളറിലപ്പോൾ നിൽക്കണം നിലവിൽ. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ നമ്മൾ നോക്കണുണ്ട്. ഓയിലിൻ്റെ ലെവൽ ഒരല്പം കുറവാണുണ്ട്. ഓയിൽ വലിയ മോശമായിട്ട് തോന്നണമൊന്നുമില്ല. നമുക്ക് ഈ എൻജിൻ ഓയിലിൻ്റെ കേസ് മാത്രമേ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ കളർ നോക്കിയിട്ടൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ കറക്റ്റ് സർവീസ് ചെയ്ത് പോകണ വണ്ടിയുടെ ആണെങ്കിൽ ഓയിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണോ നമ്മൾ ഒഴിച്ചാൽ അതിനേക്കാൾ ഒരു ചെറിയൊരു കളർ ഷെയ്ഡ് വന്നിട്ടുണ്ടാവുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കിലോമീറ്റർ വെച്ച് നോക്കുമ്പോൾ കിലോമീറ്റർ കൂടുതൽ ഓടിയിട്ടുണ്ടാവും. ഈ തീരെ കളർ ചേഞ്ച് ഒന്നും നോക്കിയിട്ട് പറയാൻ പറ്റില്ല. ഏകദേശം ഒരു 3000 കിലോമീറ്ററൊക്കെ ഓടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഓയിൽ മാറ്റി കളയണതാണ് ഏറ്റവും ബെറ്റർ. അതിന് കൃത്യമായിട്ട് അതിൻ്റെ മീറ്റർ റീഡിങ് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. അതനുസരിച്ചിട്ട് സർവീസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നേരത്തെ മാറ്റേണ്ട ആവശ്യമില്ല, വൈകി പോവുകയില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതൊക്കെയാണ് മെയിനായിട്ട് സർവീസ് സംബന്ധമായിട്ടുള്ള പറഞ്ഞത്. പിന്നെ ഒരു സൗണ്ടിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. ടോംസർ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ ഒരു മുഴക്ക സൗണ്ടുള്ള കേസൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ കേസ് കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമുക്കിപ്പോൾ ബാറ്ററി ഇതുമ്പോൾ ഇരിക്കണ ബാറ്ററി സോണിക്കിൻ്റെ ബാറ്ററിയാണ്, ബ്ലൂ കളർ. അപ്പോൾ അതിൻ്റെ ബാറ്ററിയും കൂടി നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 12.62 വോൾട്ട് കിട്ടുന്നത്. ശരിക്കും 12 വോൾട്ട് ബാറ്ററിയാണ്. വോൾട്ടിൻ്റെ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്കത് ഓക്കെ ആയിട്ടാണ് കാണും. നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് വിടുന്നുണ്ട്. ടെസ്റ്റ് മോഡിലേക്ക് വിടുമ്പോൾ ഓൾറെഡി ഡാമേജ് ആയിട്ടാണ് കാണിക്കുന്നത്, പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. പക്ഷേ സെൽഫൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിലവിൽ ഇപ്പോൾ ബാറ്ററി മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പ്രതീക്ഷിക്കാം. ഓൺ ഇൻഡിക്കേറ്ററൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. പക്ഷേ സെൽഫ് മോട്ടർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആംബിയർ വേണം. അപ്പോൾ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുക ബാറ്ററി മാറ്റാറായിട്ടുണ്ടെന്നുള്ളത് അതനുസരിച്ച് ചെയ്യാം. ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകൾ. അപ്പോൾ ഞാൻ ടയറും അതിനോടനുബന്ധിച്ചാണ് സർവീസ് വർക്കുകളും ബാക്കിയതൊക്കെ പെടുത്തിയിട്ട് അത്യാവശ്യം നമുക്കൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ടൊന്ന് പറയാം. പിന്നെ അതേപോലെ ഒരു കേസ് അതിനെ പെട്രോൾ മീറ്റർ വർക്ക് ചെയ്യുന്ന കേസ് പറയുന്നത്, ഫ്യൂൽ മീറ്റർ വർക്കിംഗ് അല്ല എന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ ശരിക്കും പറഞ്ഞ ടാങ്കിനകത്തൊരു ഫ്ലോട്ട് വന്നിട്ടുണ്ട്. ആ ഫ്ലോട്ട് വെച്ചിട്ടാണ് അതിനകത്ത് റീഡിങ് കാണിക്കുക. അപ്പോൾ ഫ്ലോട്ടിൻ്റെ കംപ്ലയിൻ്റ് അല്ല, ഈ മീറ്റർ മെക്കാനിസമാണ് അതിൻ്റെ പ്രോബ്ലം കേട്ടോ. ഈ മീറ്റർ മാറ്റിയാലാണ് ആ പെട്രോൾ മീറ്റർ വർക്കിംഗ് ആക്കാൻ പറ്റുള്ളൂ. ആ അസംബ്ലി പാടിയാണ് കിട്ടുള്ളൂ നമുക്ക് കേട്ടോ. കാരണം ഈ ഫ്ലോട്ട് നമ്മൾ ത്രൂ ഔട്ട് കണക്ഷൻ കൊടുത്തിട്ടും ഒരു അനക്കും കാണുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ.